നമ്മുടെ ലോകത്ത് മുഴുവനും നിലനിൽക്കുന്ന ഒരു വലിയൊരു ഭീഷണിയുണ്ട്. അത് ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലൊരു ചൂഷണവും ഒപ്പം തന്നെ രോഗാതുരതായി വരുന്ന ആളുകൾക്ക് ഒരു ഭീതി പരത്തി അവരുടെ ജീവന് തന്നെ ഭീഷണിയാണെന്ന രീതിയിൽ അവരെ പറഞ്ഞ് പേടിപ്പിച്ച് ഒരു ചികിത്സ സംവിധാനം ഇന്ന് സാർവത്രികമായി കണ്ടുവരുന്നുണ്ട്. സാമ്പത്തിക നില മെച്ചപ്പെട്ട ആളുകൾക്ക് അത് സ്വാഭാവികമായും തരണം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. പക്ഷേ ദൈനംദിനമായി ജീവിക്കാൻ നിത്യച്ചെലവിന് പോലും വകയില്ലാത്ത ആളുകൾക്ക് ഈ ഒരു രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിച്ചെടുക്കാൻ യാതൊരു നിർവാഹമില്ലാതെ മരണത്തിന് മുമ്പിലേക്ക് കീഴടങ്ങുന്നൊരവസ്ഥയും കാണുന്നുണ്ട്. എന്താണ് ഈ രോഗം? അതിനെക്കുറിച്ച് ആമുഖമായി ഞാനൊരു വിഷയം പറഞ്ഞു തുടങ്ങിയത് ഈ രോഗത്തിൻ്റെ തീവ്രത എത്രത്തോളം ഭയാനകമായിരിക്കും എന്ന് മനസ്സിലാക്കാനാണ്. സാമ്പത്തികമായി കുടുംബം തന്നെ തകർന്ന് തരിപ്പണമായി നിത്യവൃത്തിക്ക് വകയില്ലാത്ത അവസ്ഥയിലേക്ക് അഗാധമായ ഒരു കൊക്കയിലേക്ക് വീണ അവസ്ഥയായിരിക്കും ഈ ഒരു ചികിത്സ തേടി പോയാലുള്ള സ്ഥിതിവിശേഷം. ഹാർട്ട് ബ്ലോക്ക്, കാർഡിയാക് അറസ്റ്റ്, ഹൃദയസ്തംഭനം, ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ ഇപ്പം പൊതുവെ ഈ ഒരു രോഗത്തിന് തേടിപ്പോകുന്ന ആളുകൾ അതിൻ്റെ പരിഹാരമാർഗം ചെന്നെത്തുന്നത് ആൻജിയോപ്ലാസ്റ്റ് എന്ന ഒരു ചികിത്സയിലേക്കാണ്. അതിന് മുന്നോടിയായിട്ട് ഒരു ആൻജിയോഗ്രാം എടുക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇത്ര വാൾവിൽ 40%, 60%, 80%, 90%, ഇനി 10% മാത്രമേ ബാക്കിയുള്ളൂ. ഒരാഴ്ചനെ കൊണ്ട് നിങ്ങൾ ഈ ഓപ്പറേഷൻ വിധേയനായില്ല എന്ന് നിങ്ങൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരും. അപ്പം സ്വാഭാവികമായും കുടുംബം മുഴുവനും ആ ആളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടമോടുകയും അതിന് എത്ര കാശ് വേണമെങ്കിലും ചിലവാക്കാൻ സന്നദ്ധരാവുകയും ചെയ്യുന്നു. കടം വാങ്ങിയും ലോണെടുത്തും ഫണ്ടം പണയം വെച്ചും എല്ലാ രീതിയിലും നമുക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലെങ്കിൽ പോലും ഇത്തരമൊരു അപകടാവസ്ഥയിൽ നിന്ന് ആ വ്യക്തിയെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു സ്നേഹം കാരണം അവർക്ക് ഈ ഒരു രോഗത്തിനെ ഏത് നിലക്കും പരിഹരിക്കണം എന്ന രീതിയിലൊരു ഇച്ഛാശക്തിയോട് കൂടി അവർ നിലപാട് സ്വീകരിക്കുന്ന ആ ഒരു വീക്ക്നെസ് കയറി ആ വൻകിട ആശുപത്രികൾ പഞ്ചനക്ഷത്ര ആശുപത്രികളായി വളർന്നു വരുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു ഹാർട്ട് ബ്ലോക്കിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ് അവർക്ക് വലിയ വരുമാനം കിട്ടുന്നത്. കാരണം ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് സ്റ്റഡ് 4 എണ്ണം മാറ്റി 2 എണ്ണം മാറ്റി 1 കയറ്റി 3 കയറ്റി എന്ന് പറയും. സ്റ്റഡ് എത്ര ഇട്ടെന്നുള്ളത് ആ ഹാർട്ട് സ്പെഷ്യലിസ്റ്റിന് മാത്രമേ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കാര്യത്തിനെ കുറിച്ചൊരു ബോധവാനാവുന്നുള്ളൂ. ഒരു സ്റ്റഡിന് 75,000 80,000 അത് അമേരിക്കൻ മോഡലാണെങ്കിൽ 1,00,000 കൊടുക്കണം, ഇന്ത്യൻ മോഡലാണെങ്കിൽ 60,000 കൊടുക്കണം എന്ന രീതിയിലൊരു വിലപേശലും ക്വാളിറ്റി വിലപേശലും ഒക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു മുൻകൂട്ടി കണ്ടിട്ട് ഈ കാര്യത്തിൻ്റെ തീവ്രതയും അതിൻ്റെ ഭയാനകമായ വരാൻ പോകുന്ന സ്ഥിതിവിശേഷവും ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിച്ചതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഈ ഒരു രോഗത്തിൽ നിന്ന് ഒരു പരിഹാരം കൊടുക്കാൻ നാട്ടുവൈദ്യത്തിന് സാധ്യമാവുമോ? നാട്ടുവൈദ്യത്തിന് സാധ്യമാവുന്ന മാത്രമല്ല, ഈ രഹസ്യങ്ങൾ അറിയുന്ന പല നാട്ടുവൈദ്യന്മാരും അവർക്ക് പോലും ഇതൊരു നല്ല വരുമാന മാർഗമായി കണ്ടു. ഞാൻ പോലും എനിക്ക് പോലും ഇത് ഒരു കച്ചവട കണ്ണോടുകൂടി ഒരു ഹാർട്ട് സിറപ്പ് അല്ലെങ്കിൽ ഹാർട്ട് ജ്യൂസ് എന്ന രീതിയിൽ എനിക്ക് ഇറക്കാം, നല്ല പൈസ എനിക്ക് വാങ്ങാമായിരുന്നു. പക്ഷേ ഞാൻ അതുകൊണ്ട് ഒരു വരുമാനം ഉദ്ദേശിക്കുന്നില്ല. പകരം ലോകസമക്ഷത്തിൽ ഞാൻ ഈ ഒരു മഹത്തായൊരു കർമ്മത്തിന് ഞാൻ തുനിഞ്ഞിറങ്ങുകയാണ്. ഇത് എനിക്ക് എൻ്റെ ഡയറിയിൽ സൂക്ഷിച്ചു വെക്കേണ്ടതായ ഒരു രഹസ്യയോഗമല്ല, മറിച്ച് പൊതുജനങ്ങൾക്ക് വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു നിർമ്മാണ രീതി കൂടിയാണ്. അതിൻ്റെ വൈദഗ്ധ്യം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചില ആളുകൾക്കത് ഉണ്ടാക്കുമെങ്കിൽ നേരിട്ടിട്ട് നൗഷാദ് വൈദ്യരുന്ന എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഞാൻ ആ നമ്പർ ഈ ഇതിൽ തന്നെ ഞാൻ പറയാം, 8111876444. ഈ നമ്പറിൽ എന്നെ വിളിച്ചാൽ അറ്റ് എനി ടൈം ഞാൻ നിങ്ങളുടെ സർവീസിനുണ്ടാവും, സൗജന്യമായി തന്നെ. ഈ ഒരു ആമുഖത്തോടു കൂടി ഞാൻ ഇതിൻ്റെ സമയം ദൈർഘ്യം, അതായത് ആദ്യത്തെ ഈ ഒരു ആമുഖം ഞാൻ പറഞ്ഞത് എനിക്ക് 2ാം ഭാഗം എനിക്ക് പറയേണ്ടതുണ്ട്. അതിന് 1ാം ഭാഗമാണ്
പറഞ്ഞു തുടങ്ങുന്നത്. ഇത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം രണ്ടാം ഭാഗം എന്ന രീതിയിൽ ഞാൻ അടുത്ത ക്ലിപ്പ് ഇറക്കുന്നതായിരിക്കും. നമസ്കാരം.